സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കഴിവിനനുസരിച്ച് പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലേക്കുള്ള പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് വിശ്വാസികൾ. റമദാനിൽ വിവിധങ്ങളായ ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായ ആരാധനാ കർമ്മമാണ് റമദാനിൻ്റെ പകലുകളിൽ നാം നിർവഹിക്കേണ്ടുന്ന നോമ്പ് എന്ന് പറയുന്നത്. ആ നോമ്പ് യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ മതവിധികൾ ഒരാൾ അറിയുമ്പോഴാണ് അയാൾക്ക് അത് സ്വീകാര്യമായ രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏത് ഇബാദത്തുകളാവട്ടെ, ആ ഇബാദത്തുകളുടെ മഹത്വങ്ങൾ നാം അറിയണം, അതിൻ്റെ കർമ്മശാസ്ത്രം നാം അറിയണം. മഹത്വങ്ങൾ എന്തൊക്കെയുണ്ട് ഞാൻ ഈ ചെയ്യുന്ന ഇബാദത്തിന് എന്നറിയുമ്പോഴാണ് അത് മുൻനിർത്തി അള്ളാഹുവിനോട് പ്രത്യേകം ചോദിക്കാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിൽ ആണയിട്ട് പറയാനുമൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ആ മഹത്വങ്ങൾ അറിയുക എന്നതിനേക്കാൾ പ്രധാനം ഈ കർമ്മം ഞാൻ എപ്രകാരം നിർവഹിക്കണം എന്ന അതിൻ്റെ കർമ്മശാസ്ത്രം അറിയലാണ്. അപ്പം നോമ്പിനെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ കർമ്മശാസ്ത്രം അറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാർ റമദാനിൽ നാം നിർവഹിക്കുന്ന നോമ്പിൻ്റെ കർമ്മശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ അവർ അതിൻ്റെ നിർവചനത്തിലൂടെ അത് നമുക്ക് ചുരുക്കി വിവരിച്ചു തന്നു. ചില പ്രത്യേക വ്യക്തികൾ ചില പ്രത്യേക സമയത്തേക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്ന് നിയ്യത്തോടെ മാറി നിൽക്കുക, ഇതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. ചില പ്രത്യേക വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതല്ല, ചില പ്രത്യേക വ്യക്തികളുണ്ട്. അവർ ചില പ്രത്യേക സമയത്തേക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്ന് നിയ്യത്തോടുകൂടി മാറി നിൽക്കുക, ഇതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്താണ് നിസ്കാരം, നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്താണ് നോമ്പ്. എന്താ ഈ നിസ്കാരവും നോമ്പും തമ്മിലുള്ള വ്യത്യാസം? നാം അതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ കുറച്ച് സമയത്തേക്ക് പ്രത്യേകം ചെയ്യുക, അതാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അതുവരെ നമുക്ക് എങ്ങോട്ടും തിരിയാം, ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, അതൊക്കെ നിർത്തിവെച്ച് നമ്മൾ കുറച്ചു നേരം തക്ബീറൊക്കെ ചൊല്ലി ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, റുക്കൂ ചെയ്യുന്നു, അങ്ങനെ കുറച്ച് സമയത്തേക്ക് ഒരു പ്രത്യേക കർമ്മങ്ങൾ നിർവഹിക്കുക, അതാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. എന്നാൽ നോമ്പോ അതുവരെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ നിർത്തലാക്കുക എന്നാണ്. നോമ്പ് എന്നതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒരാളുടെ നോമ്പ് സ്വീകാര്യമാവാൻ അയാൾ ഒന്നും ചെയ്യാനില്ല, ചിലതൊക്കെ നിർത്തിയാൽ മതി. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്ന് നിയ്യത്തോടു കൂടി മാറി നിൽക്കുക. കാരണം നിയ്യത്തില്ലാതെയും ചിലപ്പം ആ പ്രത്യേക കാര്യങ്ങൾ അയാൾ ചെയ്യാതിരിക്കാം. പക്ഷെ നിയ്യത്തോടു കൂടി, നോമ്പിൻ്റെ നിയ്യത്തോടു കൂടി ആവുമ്പോഴാണ് അയാൾക്ക് അത് നോമ്പായി പരിഗണിക്കപ്പെടുകയുള്ളൂ. ആരാണ് ഈ ചില പ്രത്യേക വ്യക്തികൾ? ബുദ്ധിയുള്ള, വകതിരിവെത്തിയ, മുസ്ലിമായ, ഹൈദ് നിഫാസ് ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ വ്യക്തി, ഇതാണ് ആ ചില പ്രത്യേക വ്യക്തി എന്ന് പറഞ്ഞാൽ. ഇവർക്കാണ് നോമ്പ് നിർബന്ധമുള്ളൂ. ഭ്രാന്തന് നോമ്പ് നിർബന്ധമില്ല എന്ന് പറയും. സത്യനിഷേധിക്ക് നോമ്പ് നിർബന്ധമില്ല, അവൻ നോറ്റാൽ ശരിയാവുകയുമില്ല എന്ന് പറയും. സത്യനിഷേധിയായ ഒരാൾ മുസ്ലിമായാൽ അയാൾക്ക് കഴിഞ്ഞ ജീവിതത്തിൽ കാഫറായിരുന്ന സമയത്ത് നോമ്പ് ഖളാ വീട്ടണം എന്ന് പറയാറില്ല. എന്തുകൊണ്ട്? കാഫറായിരുന്ന സമയത്ത് അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല എന്നാണ് പറയാം. എന്നാൽ പിന്നെ കാഫറായി നടന്നാൽ പോരെ, സുഖാണല്ലോ. ഒരാൾ മുസ്ലിമായിനെ ആള് ഒരു വർഷം മുർത്തത്തായി പോയി, ഇസ്ലാമെന്ന് പുറത്തു പോയി. ആ ഒരു കൊല്ലത്തെ റമദാനിലൊക്കെ അയാൾ കാഫറായിട്ടാണ് നടക്കുന്നത്. അടുത്ത വർഷത്തിൽ വീണ്ടും ഖേദിച്ച് മടങ്ങിയ ആൾ മുസ്ലിമായാൽ അയാൾക്ക് ആ മുർത്തത്തായ ഒരു കൊല്ലത്തെ നോമ്പുണ്ടോ, ഖളാ വീട്ടേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. എന്നാ പിന്നെ അങ്ങനെ മുർത്തത്തായി നടന്നാൽ പോരേന്നാ. മുർത്തത്തായി നടന്നാൽ അയാൾക്ക് വീണ്ടും ഇസ്ലാമിലേക്ക് വരാൻ തൗഫീക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സത്യനിഷേധിയായ ഒരു വ്യക്തിക്ക് ഇസ്ലാമിലേക്ക് വരാൻ തൗഫീക്ക് കിട്ടാതെ അയാൾ മരിച്ചാൽ
ആഖിറത്ത് ചെന്നാൽ അയാൾക്ക് കാഫിറായിൻ്റെ ശിക്ഷയുമുണ്ട്. ഈ ദുനിയാവിൽ ഓരോ സുഖം അനുഭവിച്ചതിൻ്റെ ഓരോ നിമിഷത്തിനും അയാൾക്ക് ശിക്ഷയുണ്ട്. അതുപോലെ അയാൾ ചെയ്യാത്ത ഓരോ തരം ഇബാദത്തിനും ഓരോ ഫർള് ഉപേക്ഷിച്ചതിനും അയാൾക്ക് ശിക്ഷയുണ്ട്. അപ്പൊ ദുന്യാവിലെ കാര്യം പറയാനാണ് സത്യനിഷേധിക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന് പറയുന്നത്. അതേസമയം പരലോകത്ത് ചെന്നാൽ അയാൾക്ക് സത്യനിഷേധിയായതിൻ്റെ ശിക്ഷയോടൊപ്പം നിസ്കരിക്കാത്തതിന്, നോമ്പെടുക്കാത്തതിന്, സക്കാത്ത് കൊടുക്കാത്തതിന്, ഹജ്ജ് ചെയ്യാത്തതിന്, ഫർളായ ഓരോ കാര്യങ്ങളും നിർവഹിക്കാത്തതിന് പ്രത്യേകം അയാൾക്ക് ശിക്ഷയുണ്ട് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ദുന്യാവിൻ്റെ കാര്യം നോക്കുമ്പോഴോ അയാൾ സത്യനിഷേധിയായ സമയത്ത് നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല എന്ന് പറയും. എന്തുകൊണ്ട്? നിഷേധിയായ സമയത്തുള്ള നോമ്പ് അയാൾക്ക് വാജിബല്ല. അതുകൊണ്ട് മുസ്ലിം ആവണം എന്ന് പറയും. ബുദ്ധി ഉണ്ടാവണം. അപ്പൊ ഭ്രാന്തന് നോമ്പില്ല എന്ന് പറയും. ബുദ്ധിയില്ലാത്ത വ്യക്തിക്ക് നോമ്പില്ല എന്ന് പറയും. വാർദ്ധക്യത്തിലെത്തി ബുദ്ധി നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും. നമ്മൾ സാധാരണ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്ക് മുത്തു കൊടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ആർക്കാണ് മുത്തുള്ളത്? ആർക്കാണ് നോമ്പെടുക്കാൻ സാധിക്കാത്ത വൃദ്ധൻക്ക് മുന്തു കൊടുക്കേണ്ടി വരുന്നത്? അയാൾക്ക് നോമ്പെടുക്കാൻ ആരോഗ്യമില്ല, എന്നാൽ ബുദ്ധിയുണ്ട് എങ്കിലാണ്. എന്നാൽ അയാൾക്ക് ബുദ്ധിയുമില്ല. ബുദ്ധി നീങ്ങിയ രൂപത്തിൽ ഭ്രാന്തിലേക്ക്, പിന്നെ ബുദ്ധി നീങ്ങിയ രൂപത്തിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നോമ്പുമില്ല, അയാളുടെ പേരിൽ മുത്തുമില്ല. കാരണം ബുദ്ധി ഉണ്ടാവുക എന്നത് നിബന്ധനയാണ്. അപ്പൊ ഈ പ്രായാധിക്യത്താൽ ബുദ്ധി നീങ്ങിയ വ്യക്തികൾ, അൽഷിമേഴ്സ് ബാധിച്ച, ഓർമ്മക്കുറവ് സംഭവിച്ച ആളുകൾ, അവർക്കൊന്നും നോമ്പ് നിർബന്ധമില്ല. ഇനി ആരോഗ്യമുള്ള സമയത്ത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും രോഗം കാരണോ അപകടം കാരണോ ഒക്കെ ബുദ്ധി നീങ്ങിയ വ്യക്തികളുണ്ടാവും, കോമയിലേക്ക് എത്തിയ വ്യക്തികളുണ്ടാവും. അവർക്ക് നോമ്പുമില്ല, അവർക്ക് മുത്തു കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. കാരണം ബുദ്ധി ഉണ്ടാവണം എന്നാണ്. അതുപോലെ വകതിരി വെത്തണം. അപ്പോൾ വകതിരി വെത്തണമെങ്കിൽ 7 വയസ്സെങ്കിലും ആവണം എന്നാണ് ഫിഖഹിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വകതിരി വെത്തിയ ഒരു കുട്ടിക്ക് അവൻ നോമ്പെടുത്താൽ നോമ്പ് ശരിയാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈദും നിഫാസും, സ്ത്രീകളുടെ വിഷയത്തിൽ ഹൈദും നിഫാസും ഇല്ലാത്ത സമയത്താവണം. ആ സന്ദർഭത്തിൽ അവർക്ക് നോമ്പ് ശരിയാവുകയില്ല. എന്ന നോമ്പ് നോറ്റ് വീട്ടണം. അത് പിന്നീട് നോറ്റ് വീട്ടണം. എന്നാൽ ഹൈദും നിഫാസിന്റെ സമയത്ത് ഉപേക്ഷിച്ച നിസ്കാരം അത് പിന്നീട് വീട്ടേണ്ടതും ഇല്ല. നോമ്പ് വീട്ടേണ്ടതുണ്ട്. ഇതാണ് ഈ ചില പ്രത്യേക വ്യക്തികൾ എന്ന് പറഞ്ഞാൽ. ഇവരാണ് നോമ്പ് നോൽക്കേണ്ടത്. ഇനി അവരെങ്ങനെ, എന്താണ് ചെയ്യേണ്ടത്? ചില പ്രത്യേക സമയത്തേക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ്. ഏതാണ് ആ പ്രത്യേക സമയം? അതാണ് ഫജ്ർ മുതൽ മഗ്രിബ് വരെ. അതാണ് ആ പ്രത്യേക സമയം. ഈ സമയത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി അയാൾ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തലാക്കണം. അത് ചെയ്യാൻ പാടില്ല. അപ്പം അതേതാണ് സമയം? ഫജ്ർ മുതൽക്ക് മഗ്രിബ് വരെ എന്നാണ്. അപ്പൊ ഫജ്ർ ഇപ്പം എങ്ങനെയാണ് തീരുമാനിക്കുക? പഴയ കാലത്തൊക്കെ ആകാശത്ത് നോക്കണം, അതിനെക്കുറിച്ച് നിരീക്ഷിച്ച ആളുകൾ തീരുമാനം പറയും. ഇന്നത്തെ കാലത്ത് നമുക്കതിൽ തീരുമാനിക്കാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള കലണ്ടറിൽ നിശ്ചയിച്ച സമയവും നമ്മുടെ മൊബൈലിലൊക്കെ പിന്നെ നമ്മൾ നിശ്ചയിച്ച് കാണുന്ന സമയം അന്ന് പരിഗണിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഈ ബാറ്ററി ഇട്ട് കറങ്ങുന്ന ക്ലോക്കിൽ അത് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ചിലപ്പം ഒന്ന് സ്റ്റക്കായതോ അതല്ലെങ്കിൽ ഒന്ന് ബാറ്ററി ഊരി ഇട്ടപ്പുണ്ടായ സമയ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതേസമയം ഇന്ന് നമ്മുടെ മൊബൈലുകളിലുള്ളത് സമയം കൃത്യമാണ് ഏകദേശമൊക്കെ. അതുകൊണ്ട് അത് പരിഗണിക്കാം. അതെന്തിനാ പറയുന്നത്? ഇനിയിപ്പോൾ റമദാൻ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു വസ്വാസാണ്. ചില പള്ളിക്കൽ നേരത്തെ ബാങ്ക് കൊടുക്കും, സുബഹിക്ക് ഒരു 10 മിനിറ്റും ഒക്കെ ബാങ്ക് കൊടുക്കും. അപ്പോൾ ആ 10 മിനിറ്റിൻ്റെ സമയത്ത് ഞാൻ എഴുന്നേറ്റത് അത്താഴം കഴിച്ചിട്ടില്ല. 10 മിനിറ്റ് ക്ലോക്കിൽ നോക്കിയപ്പോൾ, മൊബൈലിൽ നോക്കിയപ്പോൾ നിശ്ചിതമായ സമയം ആയിട്ടില്ല എന്നവർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്താഴം കഴിക്കാം. ഏത് വരെ കഴിക്കാം? നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഇപ്പോൾ ലൊക്കേഷനും GPS സംവിധാനങ്ങളൊക്കെ ഉള്ള മൊബൈലിലെ സമയം ഏറെക്കുറെ നമുക്ക് വിശ്വസനീയമാണ്. അത് അടിസ്ഥാനത്തിൽ സമയമാവുന്നത് വരേക്കും ഒരാൾക്ക് അത്താഴം കഴിക്കാൻ വിരോധമില്ല. ആ സമയമായാൽ സുബഹിയുടെ സമയം ഇന്നത്തെ ദിവസം ഇന്നതാണ് നമുക്കറിയാലോ. അത് കലണ്ടറിൽ നോക്കിയിട്ടും അതാത് ദിവസത്തൊക്കെ ഇന്ന് മൊബൈലിലും മറ്റൊക്കെ വരുന്നുണ്ട്. അത് വെച്ചിട്ട് എൻ്റെ മൊബൈലിൽ സമയമാകുന്നത് വരെ എനിക്ക് നോമ്പ് പിന്നെ അത്താഴം കഴിക്കാം. അതുപോലെ വല്ല മരുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് കഴിക്കണം എന്ന് കരുതിയത് അങ്ങനെ കഴിക്കാം. അത് 1 മിനിറ്റ് ആണെങ്കിലും അതിലൊന്നും വസ്വാസിൻ്റെ ആവശ്യമില്ല. അതേസമയം നേരത്തെ ബാങ്ക് കൊടുക്കുന്നത്, ബാങ്ക് കൊടുക്കുന്നതിനല്ല പരിഗണനീയം, സമയത്ത് ബാങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. സുബഹിക്ക് ചിലപ്പോൾ നേരത്തെ ബാങ്ക് കൊടുക്കും, അത് അനുവദനീയമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സമയമായിട്ടുള്ള ബാങ്ക് അതാണ് നോമ്പിൻ്റെ വിഷയത്തിൽ പരിഗണിക്കേണ്ടത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് സുബഹിക്ക് 2 ബാങ്ക് ഉണ്ടായിരുന്നു. ഒന്ന് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക്, 2 ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക്. ബിലാൽ റളിയല്ലാഹു അൻഹു കുറച്ച് നേരത്തെ കൊടുക്കും,
റസൂലുള്ള പറഞ്ഞു, ആ ബാങ്ക് കേട്ടിട്ട് നിങ്ങൾ അത്താഴം അവസാനിപ്പിക്കണ്ട. ഇബ്നു ഉമ്മി മക്തൂം ഒരു ബാങ്ക് കൊടുക്കും, അതെല്ലാവരും പറയുമ്പോഴാണ് അദ്ദേഹം കൊടുക്കുക. കാരണം അദ്ദേഹത്തിന് കണ്ണില്ല, അതുകൊണ്ട് സ്വയം നോക്കി തീരുമാനം പറയില്ല. പലരും പറയുക സമയമായി സമയമായി എന്ന് പറയുമ്പോൾ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തിരുന്നു. ആ ബാങ്ക് കേട്ടാൽ പിന്നെ നിങ്ങൾ തിന്നാനും കുടിക്കാനും പാടില്ല എന്ന്. സാധാരണ നോമ്പുണ്ടാവുന്ന സമയത്തുള്ളൊരു വസ്വാസാണ്, സലഫികൾ മുജാഹിദുകൾ ഭക്ഷണം ബാങ്ക് കേട്ടാലും വായിലുള്ളത് ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിൻ്റെ ഉദ്ദേശം സമയമാവുന്നതിന് മുമ്പുള്ള ബാങ്കിൻ്റെ കാര്യമാണ്. അതേസമയം സമയമായി കൊടുക്കുന്ന ബാങ്ക്, ആ സമയത്ത് വായിലുള്ളത് ഇറക്കിയ നോമ്പ് മുറിയും. അയാൾ വായിലുള്ളത് തുപ്പേണ്ടി വരും. അതിലുള്ള ഒരു വറ്റ് മുണങ്ങിയാൽ തന്നെ അയാൾ നോമ്പ് മുറിയും. അതുകൊണ്ട് ഈ പ്രത്യേക സമയത്തേക്ക് ഇനി അയാൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതേതാ സമയം? ഫജ്ർ ഉറപ്പായത് മുതൽ മഗ്രിബ് ഉറപ്പാവുന്നത് വരെയുള്ള സമയം. ഈ സന്ദർഭത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്ന് അയാൾ മാറി നിൽക്കണം. ഏതാണ് ആ ചില പ്രത്യേക കാര്യങ്ങൾ? അത് പണ്ഡിതന്മാർ പറഞ്ഞു തന്നു. തിന്നുക, കുടിക്കുക, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക, വല്ല നിലക്കും മനിയ്യ് പുറപ്പെടുവിക്കുക. ഇതാണ് ആ ചില പ്രത്യേക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് അയാൾ മാറി നിൽക്കണം. ഇതിൽ നിന്ന് അയാൾ മാറി നിൽക്കണം. അതിലൊന്ന് പറഞ്ഞത് തിന്നുക കുടിക്കുക എന്നാണ്. അപ്പൊ തിന്നുക കുടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പച്ചവെള്ളം കുടിക്കും, ജ്യൂസ് കുടിക്കും, അതല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കും, പത്തിരി തിന്നും, ചോറ് തിന്നും എന്ന് പറയല്ലോ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ചോദിക്കും, അപ്പൊ കല്ല് മുണിങ്ങിയാലോ? ഒരാൾ കല്ല് മുണിങ്ങി, അപ്പൊ അയാൾ കല്ല് മുണിങ്ങിയാൽ നോമ്പ് മുറി. ആരും കല്ല് തിന്നു എന്ന് പറയാറില്ലല്ലോ, നമ്മൾ ഭക്ഷണമായിട്ട് കല്ലല്ലല്ലോ തിന്നാറുള്ളത്. അപ്പൊ ഇനി ഒരാൾ കല്ല് വിഴുങ്ങിന്ന് കൂട്ടുക, അപ്പൊ അതിൻ്റെ നോമ്പ് മുറിയെന്ന് വെച്ചാൽ നോമ്പ് മുറിയും എന്നാ പറഞ്ഞത്. അതെന്താണ് ആ നോമ്പ് മുറിയെന്ന് പറഞ്ഞത്? അതുപോലെ ഡ്രിപ്പിടും ഗ്ലൂക്കോസ് കയറ്റും, ആ സന്ദർഭത്തിൽ അയാൾ നോമ്പ് മുറിഞ്ഞു എന്ന് പറയും. അതെന്താ നോമ്പ് മുറിഞ്ഞു എന്ന് പറയുന്നത്? അതിന് പണ്ഡിതന്മാർ മാനദണ്ഡം വെച്ചു. ഈ തിന്നുക കുടിക്കുക എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചതാണ്. ഉഹില്ല ലക്കും ലൈലത സിയാമി റഫതു ഇലാ നിസാഇക്കും എന്ന് തുടങ്ങുന്ന ആയത്തിൽ വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമ്മുസ് സിയാമ ഇലൽ ലൈൽ. അത് പറഞ്ഞു, ഫജ്ർ തെളിയുന്നത് വരെ നിങ്ങൾക്ക് തിന്നാ കുടിക്കാൻ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാം. ഫജ്ർ ആയി കഴിഞ്ഞാൽ മഗ്രിബ് വരേക്കും നിങ്ങൾ നോമ്പിനെ പൂർത്തിയാക്കണം. പിന്നെ തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന തിന്നുക കുടിക്കുക എന്ന് അള്ളാഹ് പ്രയോഗിച്ചു. ആ പ്രയോഗത്തെ പണ്ഡിതന്മാർ പറഞ്ഞു അത് മൂന്നാലൊരു രൂപത്തിലാണ്. ഒന്നുകിൽ എന്താ? തിന്നുക കുടിക്കുക. ശരിക്കും നമ്മൾ എന്തിനാ തിന്നു എന്ന് പറയാം? ഭക്ഷണം കഴിച്ചു ഇനി കഴിച്ചു എന്ന് പറയും, വെള്ളം കുടിച്ചു ഇനി കുടിച്ചു എന്ന് പറയും, അങ്ങനെ തന്നെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലാവുക, രണ്ടാമത്തതെന്നാണ്. ഭക്ഷണം കഴിച്ചതല്ല, കഴിച്ചത് ഭക്ഷണവുമല്ല, പക്ഷേ ഭക്ഷണം കഴിച്ച രൂപത്തിലായി. അതാണ് കല്ല് വിഴുങ്ങിയ ഉണ്ടാവുന്നത്. ഒരാൾ മാല വിഴുങ്ങി അല്ലെങ്കിൽ ഒരു കോയിൻ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ കുറിച്ച് പറയും, അയാൾ ഭക്ഷണം കഴിച്ച രൂപം പ്രവർത്തിച്ചു. എങ്ങനെ ഭക്ഷണം കഴിക്കുന്ന രൂപം? അത് ഈ തൊണ്ടയിലൂടെ ഇറക്കലാണ്. അപ്പം അത് മൂക്കിലൂടെ പൈപ്പിട്ടിട്ട് ഇറക്കിയാലും വായിലൂടെ ഇട്ട് ഇറക്കിയാലും അതിൻ്റെ വിധിയിൽ വരും. അപ്പം ചെവിയിൽ മരുന്നിറ്റിച്ചാൽ അതിൻ്റെ രുചി തൊണ്ടയിൽ എത്തുകയാണെങ്കിൽ അത് നമ്മൾ പറയും അത് നോമ്പ് മുറിക്കുന്നതല്ല. കണ്ണിൽ മരുന്നിറ്റിച്ചു, തൊണ്ടയിൽ രുചി വന്നു, അത് നോമ്പ് മുറിക്കുന്നതല്ല. കാരണം തൊണ്ടയിലൂടെ ഭക്ഷണം ഇറക്കുക എന്നത് രണ്ടാലൊരു വഴിക്കാണ്. ഒന്നുകിൽ മൂക്കിലൂടെ പൈപ്പിട്ടിട്ട്, അല്ലെങ്കിൽ വായിലൂടെ പൈപ്പിട്ടിട്ട്, പിന്നെ വായിലൂടെ കഴിക്കുന്നത്. ഇനി അതല്ലാത്ത രൂപത്തിലേക്ക് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രൂപമാണ് പിന്നെ ഈ പറയുന്ന ഗ്ലൂക്കോസ് വഴി, അതല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയും. അപ്പം രണ്ടാമത്തെ കാര്യമാണ്. കാരണം അത് വായി കൂടിയല്ല, മൂക്ക് കൂടിയല്ല. അപ്പം രണ്ടാമത് പറയും ഭക്ഷണം കഴിക്കുന്ന അർത്ഥത്തിലാവുക. അതാണ് രണ്ടാമത്തെ. ഒന്നാമത്തെ എന്താണ്? ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലാവുക. അങ്ങനെ രൂപത്തിലായാൽ എന്ന് പറഞ്ഞാൽ എന്താ? വായിലൂടെയോ മൂക്കിലൂടെയോ തൊണ്ട വഴി വയറ്റിക്ക് വല്ലതും എത്തുക. അതിന് ഭക്ഷണം ആയിക്കൊള്ളണമെന്നില്ല, എന്തു ആവാം. ഇനി രണ്ടാമത്തത് എന്താ? ഭക്ഷണം കഴിക്കുന്ന അർത്ഥത്തിലാവുക എന്ന് പറഞ്ഞാൽ വായിലൂടെ മൂക്കിലൂടെ അല്ല. പക്ഷെ ഭക്ഷണം കഴിച്ചാൽ എന്താ ഗുണം? ആരോഗ്യം വീണ്ടെടുക്കാം, വിശപ്പ് മാറും, അല്ലെങ്കിൽ ക്ഷീണമില്ലാതെയാക്കാം. അത് സിറിഞ്ച് വഴിയായാലും നോമ്പ് മുറിഞ്ഞു എന്ന് പറയും. അപ്പോൾ ഒരാൾക്ക് നോമ്പിൻ്റെ സമയത്ത് മരുന്ന് കുത്തിവെച്ചു. മരുന്നൊരിക്കലും ഭക്ഷണമല്ല. അയാൾ വായിലൂടെ കഴിച്ചാൽ ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലായി എന്നതുകൊണ്ട് നോമ്പിൻ്റെ പകലിൽ പാരസിറ്റാമോൾ കുടിച്ചാൽ അയാളെ കുറിച്ച് നോമ്പ് മുറിഞ്ഞു എന്ന് പറയും. എന്നാൽ അതേസമയം അത് സിറിഞ്ച് ചെയ്താലോ ഇഞ്ചക്ട് ചെയ്താലോ
നോമ്പ് മുറിഞ്ഞില്ല എന്ന് പറയും. എന്നാൽ ഭക്ഷണത്തിന്റെ ഉപയോഗമുള്ളതാണ് ഇഞ്ചക്ട് ചെയ്തതെങ്കിലോ ഭക്ഷണം കഴിക്കുന്ന അർത്ഥത്തിലായി, അതുകൊണ്ട് നോമ്പ് മുറിഞ്ഞു എന്ന് പറയും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അല്ലാത്ത പക്ഷം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യണോ വേണ്ടേ എന്നിട്ട് വെറുതെ ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻ മാത്രം, വസ്വാസ് മാത്രം, അത് തീരാൻ വളരെ എളുപ്പമാണ്. ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ഭക്ഷണം കഴിക്കുക. ഒന്നെങ്കിൽ അത് തന്നെ നടക്കുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലാവുക, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന അർത്ഥത്തിലാവുക. ഇത് സംഭവിച്ചാൽ നോമ്പ് മുറിഞ്ഞു എന്ന് പറയും. അപ്പോൾ വാക്സിൻ ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് ചോദിച്ചാൽ നോമ്പ് മുറിയില്ല എന്നാണ് ഉത്തരം. കാരണം ഇപ്പം പറഞ്ഞാൽ ഒന്നിലും അത് ഫിറ്റ് ആവില്ല. അതല്ലെങ്കിൽ ഈ മരുന്ന് ഇഞ്ചക്ട് ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് ചോദിച്ചാൽ നോമ്പ് മുറിയൂല എന്നാണ് ഉത്തരം. മൂക്കിൽ മരുന്നിട്ടിച്ചാൽ നോമ്പ് മുറിയുമെന്ന് ചോദിച്ചാൽ നോമ്പ് മുറിയും എന്നാണ് ഉത്തരം. കണ്ണിൽ മരുന്നിട്ടിച്ചാൽ നോമ്പ് മുറിയുമെന്ന് ചോദിച്ചാൽ നോമ്പ് മുറിയില്ല എന്നാണ് ഉത്തരം. ഈ മർമ്മം പഠിച്ചാൽ പിന്നെ പ്രത്യേകം ചോദ്യങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ല. ഈ മർമ്മം മനസ്സിലാക്കിയാൽ ഇതിലുള്ളതാണ് നോമ്പ് മുറിയുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മർമ്മം പഠിപ്പിച്ചത്. തിന്നുക കുടിക്കുക എന്നത് നിങ്ങൾ ഒഴിവാക്കണം. തിന്നുക കുടിക്കുക എന്നത് നിങ്ങൾ ഒഴിവാക്കണം. അതിലേക്ക് ചേർത്തുകൊണ്ട് മറ്റൊന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഭാര്യ ഭർത്തൃബന്ധം അത് റമദാനിൻ്റെ പകലിൽ ഒഴിവാക്കണമെന്നും അത് നിർവഹിച്ചാൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞു എന്ന് മാത്രമല്ല, അത് മുഖേനയാണ് അവൻ്റെ നോമ്പ് മുറിഞ്ഞതെങ്കിൽ അവൻ പ്രായശ്ചിത്തമായി ഈ നോമ്പ് ഖളാ വീട്ടുന്നതിൻ്റെ പുറമെ 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. 60 ദിവസത്തെ നോമ്പ് കണ്ടിന്യൂ ആയിട്ട് അകാരണമായി എന്തെങ്കിലും ഒരു ദിവസം മുറിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വളരെ ഗൗരവമാണ്. അങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധം മുഖേന ഒരാളുടെ നോമ്പ് മുറിഞ്ഞാൽ അയാളുടെ നോമ്പ് മുറിഞ്ഞു എന്ന് മാത്രമല്ല, അത് ഖളാ വീട്ടണമെന്ന് മാത്രമല്ല, ഈ രൂപത്തിൽ ഒരു വലിയ കഠിനമായ പ്രായശ്ചിത്തം അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. അതിലേക്ക് ഈ പറയുന്ന ഭാര്യ ഭർത്തൃ ബന്ധം എന്നതിലേക്ക് ചേർത്തുകൊണ്ടാണ് പരിപൂർണ ഭാര്യ ഭർത്തൃ ബന്ധമല്ലാതെ ഒരാളുടെ മനീയ് പുറപ്പെടുവിക്കുക, അതിൽ ഈ പറയുന്ന കുട്ടികളുടെ അരികിൽ പാപമായി കാണപ്പെടുന്ന വിഷയങ്ങൾ വരെ അതിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറുപ്പത്തിൻ്റെ വികൃതിയിൽ അവർ ചിലപ്പോൾ സ്വയംഭോഗം ചെയ്യും. ആ സ്വയംഭോഗം ചെയ്യുക എന്നത് നിഷിദ്ധമാണ് എന്നതിലപ്പുറം അത് റമദാനിൻ്റെ പകലിലായാൽ അത് നോമ്പ് മുറിക്കുന്നതാണ്. ആ നോമ്പ് മുറിച്ചാൽ അയാളുടെ നോമ്പ് നഷ്ടപ്പെട്ടു, അയാൾ നോമ്പ് ഖളാ വീട്ടണം. അതുകൊണ്ട് ഈ ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ സംഗതിയൊക്കെയാണ്. അപ്പം ഇതിലേതെങ്കിലും ഒന്നിൽ വന്നിട്ടുണ്ടോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് മുറിഞ്ഞു. ഇതിൽ അയാളെ സംബന്ധിച്ച് സംഭവിച്ചു, അയാൾ അറിയാതെയാണ്, മറന്നുപോയിട്ടാണ് എങ്കിൽ അയാൾക്ക് ഇളവുണ്ട് എന്നാണ്. അയാൾ അറിയാതെ ഭക്ഷണം കഴിച്ചു, അയാൾ അറിയാതെ വെള്ളം കുടിച്ചു എന്നാണെങ്കിൽ അറിയാതെ എന്നുള്ളത് അടിവരടണം. കാരണം അയാളും അള്ളേറ്റുള്ളതാണ്. ഇയാൾ ഇത് അറിഞ്ഞിട്ടാണോ കുടിച്ചത് അറിയാതെയാണോ കുടിച്ചത് എന്നുള്ളതൊക്കെ അയാളും അള്ളേറ്റുള്ളതാണ്. അപ്പം അള്ള ചോദിച്ചാൽ എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും, ഞാൻ അറിയാതെ വെള്ളം കുടിച്ചതാണ്, അറിയാതെ സംഭവിച്ചു പോയതാണ്. അതിൽ ഭാര്യ ഭർത്തൃ ബന്ധം വരെ പണ്ഡിതന്മാർ ചേർത്ത് പഠിപ്പിച്ചിരിക്കുന്നു. ഇതെങ്ങാനും ഒരാളിൽ നിന്ന് മതവിധി അറിയാതെയോ, അതല്ലെങ്കിൽ മതവിധി അറിയാന്ന് പറഞ്ഞാൽ ഇപ്പം ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇത്ര ഗൗരവമുള്ളത് എനിക്ക് അറിയൂല. അപ്പം അയാളോട് ചോദിക്കുന്നത് നിഷിദ്ധമാണെന്ന് അറിയായിരുന്നു എങ്കിൽ പിന്നെ അതിൻ്റെ ശിക്ഷ എന്താണെങ്കിലും ഏറ്റുവാങ്ങാൻ അയാൾ ബാധ്യസ്ഥനാണ്. അതേസമയം അത് നോമ്പിനെ ബാധിക്കുന്നു എന്ന വിഷയം തന്നെ എനിക്ക് അറിയില്ല എന്നാണെങ്കിൽ അത് ഇളവാണ്. അപ്പൊ ഇതിൻ്റെ ശിക്ഷയെ കുറിച്ചുള്ള അറിവില്ലായ്മ ഈ വിഷയത്തിൽ ഇളവല്ല. ഈ കാര്യങ്ങളിൽ നിന്നല്ല, ഏത് വിഷയത്തിലും ഇത് ചെയ്യാൻ പാടില്ല എന്ന അറിവ് അയാൾക്കില്ലെങ്കിൽ അത് ചിലപ്പോൾ അയാൾക്ക് ഇളവാവും. ഇത് ചെയ്യാൻ പാടില്ല എന്നറിയാം, ചെയ്താൽ എന്താ ശിക്ഷ, ഇതിൻ്റെ പ്രായശ്ചിത്തം എന്താണ്, ഇതിൻ്റെ പരിണിത ഫലം എന്താണ്, അതെനിക്കറിയില്ല എന്നുള്ളത് അയാൾക്കുള്ള ഇളവല്ല. ഏതുപോലെ പ്രതിഫലത്തിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് നിസ്കരിക്കണം എന്നറിയാം, നിസ്കരിച്ചാൽ എന്താ കിട്ടാന്നറിയില്ലെങ്കിലും അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ നിയത്തിനനുസരിച്ച് കൂലി കൊടുക്കും. അയാൾക്ക് പ്രതിഫലം അറിയണം എന്ന് നിർബന്ധമില്ല. എന്ന പോലെ തന്നെയാണ് എന്താ ശിക്ഷ എന്നറിയണമെന്നില്ല, ഇത് പാടില്ല എന്നറിയുമോ എങ്കിൽ ഇനി അയാൾക്ക് ഇളവില്ല എന്നാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇതല്ലാത്ത പ്രത്യേകിച്ചൊന്നും നോമ്പിന് പിന്നെ ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് സുന്നത്തായ ചില കാര്യങ്ങളാണ്. പതിവിന് വിപരീതമായി നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കണം. ആ സമയത്ത് എഴുന്നേൽക്കുക. ഇനി ഗ്യാസിൻ്റെ അസുഖം, മറ്റത്, ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറഞ്ഞവർക്ക്
ഒരു പൊറുക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും അത്താഴത്തിൻ്റെ നീയത്ത് വെക്കാം. അതിന് വിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം തിന്നിട്ട് എന്തെങ്കിലും ആ സുന്നത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് എഴുന്നേൽക്കുക എന്നത് ഒന്ന്, ആ അത്താഴത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത് കാരണമാണ്. രണ്ട്, അത് ജൂതന്മാരുടെ നോമ്പിന് വിരുദ്ധമാണ്. ജൂതന്മാരുടെ നോമ്പിൽ അത്താഴമില്ലായിരുന്നു. മുസ്ലിങ്ങളുടെ നോമ്പിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു, അത്താഴമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോൾ ഉറങ്ങിയോ അപ്പം നോമ്പാണ് തുടങ്ങിയെന്നാണ്. പിന്നെ ഉറങ്ങി എഴുന്നേറ്റിട്ട് അത്താഴത്തിൻ്റെ സമയത്ത് എന്നുള്ളൊരു സമയമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആ വിധി ഇസ്ലാം ദുർബലപ്പെടുത്തി. ഇസ്ലാമിൽ പിന്നീട് അത്താഴം കഴിക്കുക എന്ന ഒരു സുന്നത്ത് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. ആ അത്താഴം കഴിക്കുന്നതിന് പുണ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് നമുക്ക് പ്രത്യേകം ചെയ്യാനുള്ളൊരു കാര്യമാണ്. അതേസമയം നോമ്പിൻ്റെ സ്വീകാര്യതയെ നമ്മൾ മനസ്സിലാക്കി നമുക്കൊന്നും പ്രത്യേകം ചെയ്യാനില്ല, ഒന്നും പ്രത്യേകം ചെയ്യാനില്ല. അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചാൽ മതി എന്നതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം. ഇനി അതിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നോമ്പുകാരനെ സംബന്ധിച്ച് അയാൾ പഴയ അവസ്ഥയിൽ എന്തായാലും തുടരാൻ പാടില്ല. പഴയ അവസ്ഥയിൽ തുടരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പം അയാൾക്ക് ഹറാമ് സംഭവിക്കും, എന്നിട്ട് അയാൾ വീണ്ടും ഖേദിക്കും. ഇങ്ങനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവും. നോമ്പിന് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാ. കാരണം എന്താ? റസൂൽ പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബ. ഒരാൾ റമളാനിൽ കള്ളവർത്തമാനവും കള്ളപ്രവർത്തനങ്ങളൊന്നും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അയാൾ പട്ടിണി സഹിക്കുന്നതിലും ഉറക്കൊഴിക്കുന്നതിലും അയാൾ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ അള്ളാഹുവിന് താല്പര്യമില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി വലിയ ദുരന്തങ്ങൾ റമദാനിലെ ആവുഞ്ഞ് വല്ല കളിയും തുടങ്ങാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സിനിമകൾ ഇറങ്ങും. എന്നിട്ട് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പഴയ കാലത്ത് ആൾക്കാർക്ക് തിയേറ്ററിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇന്നത് അവനാൻ്റെ കയ്യിലുള്ള മൊബൈലിൽ അവന് സിനിമ കാണുകയാണ്. അവനെ സംബന്ധിച്ച് പാപങ്ങളൊക്കെ റമദാൻ്റെ പകൽ ഒന്നും തിന്നാൻ പറ്റൂലല്ലോ. അപ്പം ഏറ്റവും ബോറടിക്കുന്ന സമയമാവും. എന്നാൽ അവന് കുറച്ച് മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് സമയം പോക്കാം എന്ന് കരുതുമ്പോൾ അയാളുടെ ആ പട്ടിണി കൊണ്ട് അള്ളാഹുവിന് താല്പര്യമില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരമെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് മെനക്കെട്ട് നമ്മൾ സമയം മാറ്റി വെച്ച് ഒരു പ്രത്യേക കർമ്മം ചെയ്യുക എന്ന് പറയുന്ന ഒരു മെനക്കെടൊന്നും നോമ്പിലില്ലല്ലോ. കുറച്ച് സമയം പട്ടിണി സഹിക്കണം എന്ന് പറയും. ആ പട്ടിണി സഹിക്കണം എന്നുള്ള കാര്യം ഒഴിച്ചാൽ പിന്നെ നമുക്ക് ഈ നോമ്പ് കൊണ്ടുള്ള റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ അതുവരെ നമ്മൾ ചെയ്തിരുന്ന പാപങ്ങൾ നിർത്തലാക്കുക, ഒരു ശീലമാക്കുക. ആ ഒരു 30 ദിവസം കൊണ്ട് അതുവരെ എനിക്ക് നിർത്താൻ പറ്റില്ല എന്ന് തോന്നിയ പലതും എനിക്ക് നിർത്താൻ പറ്റുന്നതാക്കുക എന്ന് വരുമ്പോൾ ആ റമദാനിൻ്റെ പകലിൽ സിഗരറ്റ് വലി നിർത്തിവെച്ചവൻ പിന്നെ അതിൻ്റെ തൗബ റമദാനിൽ നോമ്പ് തുറന്നിട്ട് വീട്ടാൻ പാടില്ല. പിന്നെ ആ സിഗരറ്റ് ആ നോമ്പ് കഴിഞ്ഞ് ആ നോമ്പാണ് തുറന്നാൽ പിന്നെ അതിലേക്ക് തുടരുന്ന അവസ്ഥ, ആ റമദാൻ നോമ്പാണ് കഴിയട്ടെ എന്ന് പറയും. എന്തിന്? TV ഓണാക്കാൻ, ഈ പറഞ്ഞ സൗകര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആൾക്കാരായിട്ടുള്ള കച്ചറ റീസ്റ്റാർട്ട് ചെയ്യാൻ നോമ്പാണ്ട് കഴിയട്ടെ എന്ന് പറയും. അങ്ങനെയല്ല, നോമ്പോടുകൂടി ഇതാണ് നിർത്തലാക്കണം എന്നാണ്. അതുകൊണ്ട് നോമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിൽ പഠിപ്പിച്ച റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ അതോടുകൂടി അവൻ താൻ ചെയ്ത പാപങ്ങളും പാപവർത്തമാനങ്ങളും നിർത്തലാക്കണം എന്നാണ്. അതാണ് റിസ്ക് ഉള്ളത്. അതില്ലേ പിന്നെ അവൻ പട്ടിണി സഹിക്കണോണ്ട് അള്ളാഹ്ക്ക് താല്പര്യമില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സമയത്ത് പറഞ്ഞു, റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതശ് വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലസ് സഹർ. എത്രയോ നോമ്പുകാരുണ്ട്, അവർക്ക് നോമ്പ് കൊണ്ട് ബാക്കിയായത് ദാഹവും പട്ടിണി മാത്രമാണ്. ചില നിസ്കാരക്കാരുണ്ട്, അവരുടെ രാത്രിയിലെ നിസ്കാരം കൊണ്ട് അവർക്ക് ബാക്കി കിട്ടിയത് ഉറക്കൊഴിഞ്ഞു എന്നത് മാത്രമാണ്. രാത്രി ഉറക്കൊഴിക്കുക എന്നത് ഒരു പക്ഷെ ഒരു അത്ഭുതമാവില്ല. പകൽ പട്ടിണി സഹിക്കുക എന്നത് ഒരു പക്ഷെ ഒരു അത്ഭുതമാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നീയത്തോടു കൂടി. ചിലപ്പോൾ ഒരാൾ നേരം വെളുത്ത് മഗ്‌രിബ് വരെ ഒന്നും തിന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നോമ്പിൻ്റെ കൂലി കിട്ടൂലല്ലോ. പിന്നെ എന്ത് വേണം? നോമ്പിൻ്റെ നീയത്ത് വേണം എന്ന് പറയും. അതുകൊണ്ട് പട്ടിണി സഹിച്ചാൽ മാത്രം പോരാ, അവൻ ഈ പറയുന്ന പിന്നെ വ്രതം അത് അവൻ്റെ നാവിനുണ്ടാക്കണം, അവൻ്റെ മനസ്സിനുണ്ടാക്കണം, അവൻ്റെ ശരീരത്തിനുണ്ടാക്കണം. പാപങ്ങളിൽ നിന്ന് അവൻ വ്രതത്തിലാവണം. എങ്കിൽ മാത്രമേ ഈ നോമ്പിൻ്റെ പരിപൂർണ ഗുണം അവന് ലഭിക്കുകയുള്ളൂ. ഈ ഹദീസുകളെ പഠിപ്പിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒരാൾ കളവ് പറഞ്ഞ നോമ്പ് മുറിഞ്ഞു എന്ന് അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഈ ഹദീസിൽ നിന്ന്. കാരണം അയാൾക്ക് അള്ളാഹുവിന് അയാൾ നോമ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൂലി കൊടുക്കൂല എന്നാണ്. പക്ഷെ ഭൂരിപക്ഷവും പറഞ്ഞു
നോമ്പ് മുറിഞ്ഞു എന്ന് പറയണ്ട. നോമ്പ് മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന ഓരോ കളവിനും അടുത്ത ദിവസം നോമ്പ് കഥാ വീട്ടേണ്ടി വരുന്നായി. അതേസമയം അയാളുടെ നോമ്പിന്റെ കൂലി കുറഞ്ഞു, അത് ഗണ്യമായി കുറയും. പിന്നെ അയാൾ തൗബ കൊണ്ടല്ലാതെ അയാൾക്ക് ആ നോറ്റ നോമ്പിന്റെ കൂലി ആഖിറത്തിൽ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ മതവിധികൾ നമ്മൾ തിരിച്ചറിയുക. ആ മതവിധികൾ പാലിക്കാൻ ഒരു വേള നമുക്ക് എളുപ്പമാവാം. ഏത്? നോമ്പ് ശരിയാവാനുള്ള മതവിധി പാലിക്കാൻ ചിലപ്പോൾ എളുപ്പമാവാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഈ പാപങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമാവുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ശരീഅത്താക്കിയത് കൊണ്ട് നമുക്ക് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഇബാദത്തിനെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ നോമ്പ് റമദാനിൽ ഹാജരായ എല്ലാവരും നോമ്പ് നോൽക്കണം എന്നതാണ് അടിസ്ഥാന വിധി. അന്ന് പകലിൽ ഹയാത്തുള്ള എല്ലാവരും നോൽക്കണം എന്നാണ് അസ്ലിയായ വിധി, അടിസ്ഥാന വിധി. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. അന്ന് ആരൊക്കെ ഹാജറുണ്ടോ ഓരൊക്കെ നോൽക്കണം എന്നാണ്. എന്നിട്ട് അതിന് ഇളവ് പറഞ്ഞു. ആ ഇളവ് പറഞ്ഞത് രണ്ടാളുകളെയാണ്. ഒന്ന് രോഗിയെ പറഞ്ഞു, രണ്ടാമത്തത് യാത്രക്കാരനെ പറഞ്ഞു. രോഗിക്ക് അയാൾ റമദാനിൻ്റെ പകലിൽ ഹയാത്തുള്ളവനാണെങ്കിലും നോമ്പ് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അപ്പം നോമ്പ് ഒഴിവാക്കാനുള്ള രോഗം എന്താണ്? രോഗം പല നിലക്കുണ്ടാവും. അയാൾ വീണ് കൈ ഒട്ടിയിട്ടുണ്ടാവും, അതൊരു രോഗമാണല്ലോ, അതൊരു അയാൾക്കുള്ള ശാരീരിക ബുദ്ധിമുട്ടാണ്. അയാളുടെ കാലിൽ മുറിവുണ്ടാവും, അല്ലെങ്കിൽ ജലദോഷം ഉണ്ടാവും. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അസുഖം എന്ന ഗണത്തിൽ പെടുത്താൻ പറ്റും. പക്ഷെ ഇതിനൊന്നായിട്ട് നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല. നോമ്പ് ഒഴിവാക്കൽ അനുവദിക്കപ്പെട്ട അസുഖം എന്ന് പറയുന്നത്, ഇയാൾ നോമ്പെടുത്താൽ ഒന്നുകിൽ അയാൾക്ക് അസുഖം വർദ്ധിക്കും, ഒന്നുകിൽ അങ്ങനെ ഇയാൾ നോമ്പെടുത്താൽ അയാൾക്ക് അസുഖം വർദ്ധിക്കും, മരണം വരെ സംഭവിക്കാം. ഇനി മരണം സംഭവിക്കണം, ഇയാളുടെ അസുഖം വല്ലാതെ മൂർച്ഛിക്കും. ഒന്ന്. രണ്ടാമത്തേത്, ഇയാൾ നോമ്പെടുത്താൽ അത് ശരീരത്തിന് കൂടുതൽ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. അസുഖം മൂർച്ഛിച്ചു എന്ന് പറയുന്നത് അയാൾ നല്ല ഇടങ്ങാറാവേണ്ടി വരും, നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഈ രണ്ട് ഘട്ടത്തിലും ഇയാൾക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. ഇപ്പോൾ ഉദാഹരണം, ചില ആളുകളുണ്ടാവും പകല് ചിലപ്പോൾ ആ സമയത്ത് അയാൾ നേരത്തിന് മരുന്നൊന്നും കഴിക്കാതെ ഈ പകലിൽ മരുന്ന് കഴിക്കേണ്ടത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും, അയാൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് പകലാണ് നോമ്പ് വെൽക്കും. ഇപ്പോൾ നോമ്പിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല അറിയും. പിന്നെ നോമ്പ് തുറന്നിട്ടുണ്ടാവും, അയാൾ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കണം. അങ്ങനെയുള്ളവരോട് നോമ്പ് വെൽക്കണ്ടെന്നാണ് ശറഈന്റെ കൽപ്പന. അത് ചിലപ്പോൾ പകലിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, ചിലർക്ക് ആ പകൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ചില ഷുഗർ പേഷ്യൻസിനും മറ്റുമൊക്കെ നോമ്പ് ഒഴിവാക്കണമെന്ന് ഡോക്ടർ പറയും. പക്ഷെ തൻ്റെ ആരോഗ്യത്തിലുള്ള പിന്നെ ഒരു പ്രതീക്ഷ കാരണം അയാൾ നോമ്പെടുക്കും. പിന്നെ അത് അനുഭവിക്കുന്നത് മുഴുവൻ രാത്രിയിലാവും. ചിലപ്പോൾ ആ റമദാൻ തന്നെ അങ്ങനെ മുന്നോട്ട് പോയി കാരണം പിന്നെ അയാൾ ശവ്വാൽ മുതൽ പ്രയാസത്തിലാവും, അയാൾ അഡ്മിറ്റാക്കപ്പെടേണ്ട അവസ്ഥ വരും. അങ്ങനെയുള്ളവരൊന്നും നോമ്പെടുക്കാൻ പാടില്ല എന്നാണ്. അപ്പം ഞാൻ നോൽക്കുന്നതേ ബുദ്ധിമുട്ടാവാം, നോറ്റാ പിന്നീട് ബുദ്ധിമുട്ടാവാം. ഇതൊക്കെ അസുഖക്കാരുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. അപ്പം അവരെ സംബന്ധിച്ച് അവർ നോമ്പ് ഒഴിവാക്കിയിട്ട് പിന്നെ എപ്പോഴാണോ അവർക്ക് ആരോഗ്യം ലഭിക്കുന്നത് അപ്പം നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. അപ്പം ആരോഗ്യം ലഭിക്കുന്ന പ്രതീക്ഷ ഇല്ലാത്ത ആളാണെങ്കിലോ അതിൽ പെട്ടവരാണ് വാർദ്ധക്യമുള്ള ആളുകൾ. അവരെ സംബന്ധിച്ച് അവർക്ക് മുദ്ദു കൊടുക്കാമെന്ന് പറയും. അല്ലാത്തവർ നേരത്തെ മുദ്ദു കൊടുത്ത് വെക്കരുത്. അയാൾക്ക് ആരോഗ്യം വരും, ആരോഗ്യം വരുന്ന സമയത്ത് അയാൾ നോൽക്കുകയാണ് വേണ്ടത്. ഇനി അയാൾക്ക് ആരോഗ്യം വരുന്നതിന് മുമ്പ് അയാൾ മരിച്ചു എന്നാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേരിൽ പിന്നീട് അയാളുടേതായ സ്വത്തിൽ നിന്ന് മുദ്ദു കൊടുക്കേ അല്ലെങ്കിൽ കുടുംബക്കാരാരെങ്കിലും നോറ്റ് വീട്ടേ ചെയ്താൽ മതി. അത് ഈ രോഗിയുടെ വിഷയത്തിലേക്കാണ് വാർദ്ധക്യത്തിലുള്ള ആളുകളെ ചേർത്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ വാർദ്ധക്യത്തിലുള്ള ആളുകളുടെ പ്രത്യേകത എന്താണ്? അവർക്കിനി വാർദ്ധക്യവും രോഗവും ഒക്കെ മാറി ഇനിയൊരു ആരോഗ്യവും യുവത്വവും വരിക എന്നുള്ളൊരു അവസ്ഥ ഇല്ല. അതുകൊണ്ടാണ് അവരുടേത് നേരത്തെ മുദ്ദു കൊടുക്കാം, അവരിനി കാത്തു വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾക്ക് നോമ്പെടുക്കാൻ പാടില്ല. ഒരു വാർദ്ധക്യത്തിലുള്ള വ്യക്തി നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയന് നോമ്പെടുക്കാൻ പാടില്ല.
ഒരാൾക്ക് പകരം നോമ്പെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇയാൾ മരിക്കണം. നേരത്തെ ചെയ്യുകയാണെങ്കിൽ മുദ്ദ് കൊടുക്കാനേ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്തതാണ് ഗർഭിണിയെയും മുലയൂട്ടുന്ന സ്ത്രീയെയും. ഗർഭിണിയുടെയും മുലയൂട്ടുന്ന സ്ത്രീയുടെയും വിഷയത്തിൽ അവർക്ക് രോഗിയുടെ വിധിയാണ്. ആ രോഗിയുടെ വിധി എന്ന് പറയുമ്പോൾ ഒന്ന്, ഈ ഗർഭാവസ്ഥയിൽ ഗർഭത്തിൻ്റെ സാഹചര്യത്തിൽ നോമ്പെടുത്ത ഈ പെണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ മുല കൊടുക്കുന്ന പ്രായത്തിൽ ആ ഒരു സമയത്ത് ഒന്നുകിൽ ഈ കുട്ടിക്കത് ബുദ്ധിമുട്ടാവാം, അല്ലെങ്കിൽ ആ ഉമ്മക്കത് ബുദ്ധിമുട്ടാവാം. എന്നതുകൊണ്ട് അവർക്ക് ആ സമയത്ത് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. എന്നാൽ ഇനി എന്താ വേണ്ടത്? പിന്നെ ആരോഗ്യമുള്ള സമയത്ത് നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. അത് നേരത്തെ മുത്തൊടുക്കാൻ പറ്റൂല. കാരണം മാറാരോഗിയുടെ വിധിയല്ല അതിനുള്ളത്. ഇനി ആ പിന്നീട് നോറ്റ് വീട്ടാൻ പറ്റിയില്ല, വീണ്ടും പ്രസവമായി അല്ലെങ്കിൽ വീണ്ടും എന്തൊക്കെ അസുഖമായി എന്നൊക്കെ ആണെങ്കിൽ ഇനി നോറ്റ് വീട്ടാൻ പറ്റൂല എന്നുള്ളൊരു കേസ് വരുമ്പോഴാണ് സ്ത്രീ പറയുന്ന ഗർഭിണിയുടെയും മുലയൂട്ടുന്ന സ്ത്രീയുടെയും വിഷയത്തിൽ മുത്ത് ആലോചിക്കാനേ പാടുള്ളൂ. അതിൻ്റെ മുമ്പ് ആലോചിക്കാൻ പാടില്ല. അതിനൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നോറ്റ് വീട്ടാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ അപ്പം മതി, ആ കണക്കിൽ എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോമ്പുണ്ട്, കടമായിട്ടുണ്ട് എന്ന് ആരോടെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കും ചെയ്യാം, അവിടെ എവിടെയെങ്കിലും എഴുതി വെക്കും ചെയ്യാം. ഈ ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് വീട്ടാൻ പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ വീട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. അതൊന്നും മാറാരോഗിയുടെ വിധിയിലല്ല, അതുകൊണ്ട് നേരത്തെ മുത്ത് കൊടുക്കാൻ പറ്റൂല. ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ യാത്രക്കാരനെ സംബന്ധിച്ച് അയാൾക്ക് ഖസറിൻ്റെ അനുമതിയുള്ള 82 കിലോമീറ്റർ യാത്രയുള്ള ഒരാളെ സംബന്ധിച്ച് AC കാറിൽ യാത്രയാണ്, അല്ലെങ്കിൽ AC കമ്പാർട്ട്മെൻറ്റിൽ യാത്രയാണ്, ഒരു ബുദ്ധിമുട്ടില്ല എന്നാണെങ്കിലും അത് നോമ്പൊഴിവാക്കൽ അനുവദനീയമാണ്. നോമ്പൊഴിവാക്കൽ അനുവദനീയമാണ്. കാരണം യാത്ര എന്നതാണ് ഇളവ്, ഖസറിൻ്റെ യാത്ര എന്നതാണ് ഇളവ്. അപ്പം എനിക്ക് ക്ഷീണമൊന്നും തോന്നിയിട്ടില്ല, ഞാൻ നോമ്പ് നോറ്റ അതാണ് ഖൈറ്. എന്നാൽ പിന്നെ വെച്ചോണ്ടിരിക്കണ്ടല്ലോ, ഒരു ബാധ്യത തലയിലുണ്ടാവും. അത് അന്നേയാണ് നോറ്റ് തീർത്താൽ ആ ബാധ്യത തലയിൽ നിന്ന് ഒഴിഞ്ഞു. അല്ല എനിക്ക് ഞാൻ പിന്നെ ബുദ്ധിമുട്ടിലാവും, ഞാൻ നോമ്പ് ഇപ്പോൾ നോറ്റാൽ ശരിയാവൂല എന്നൊക്കെയാണെങ്കിൽ അവിടെ ഇങ്ങനെ ആൾക്കാരെ നോക്കി ഇനി ഓരെന്ത് വിചാരിക്കും എന്ന് കരുതണ്ട. അവനാൻ നോമ്പ് ഒഴിവാക്കണം വെച്ചാൽ നോമ്പ് ഒഴിവാക്കുക. പക്ഷെ ആ നോമ്പിൻ്റെ പകലിൽ, ആ റമദാൻ്റെ പകലിൽ എൻ്റെ ഹുർമത്ത് കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പരസ്യമായി ഭക്ഷണം കഴിക്കുക, ആ റമദാനിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് ഭക്ഷണം കഴിക്കുമ്പോഴും റമദാനിൻ്റെ പകലിൻ്റെ പവിത്രത കൽപ്പിച്ചുകൊണ്ടാവണം. ഒരു ഹൈദുള്ള പെണ്ണ്, അവൾക്ക് നോമ്പില്ല, ഭക്ഷണം കഴിക്കാം, പക്ഷെ അതൊക്കെ അതിൻ്റേതായ ഒരു മാന്യതയോട് കൂടിയാവണം പെരുമാറേണ്ടത്. അതൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും റമദാൻ്റെ പകലിൽ ഹോട്ടൽ തുടങ്ങുക, എന്നിട്ട് അവിടെ പോയി ചെറുപ്പക്കാർ ഭക്ഷണം കഴിക്കുക, നോമ്പിനെ പരസ്യമായി അവഹേളിച്ചതിൽ നിന്ന് പറഞ്ഞ് രസിക്കുക. അതൊക്കെ ഇന്ന് നാട്ടിലെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ഇതിൻ്റെ മതവിധികൾ അറിയുക, ഉൾക്കൊള്ളുക. മുസ്ലിങ്ങൾക്കുള്ളൊരു സുവർണാവസരമാണ് എന്ന ബോധ്യത്തോടെ ഇത് മുതലെടുക്കാൻ നമ്മൾ നിയ്യത്താക്കുക. അള്ളാഹു അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീന മിനൻ നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد لله رب العالمين.